നമസ്കാരം. മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മരുമകന്റെ വീട്ടിലും ഇപ്പോൾ ഇഡി റെയ്ഡ് നടത്തുന്നുണ്ട്. അതുകൂടാതെ ഈ ഒരു മാസപ്പടി കേസിൽ 12 ഇടങ്ങളിലാണ് ഇഡി പുലർച്ചെ റെയ്ഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാസപ്പടി കേസിൽ പിണറായി വിജയനും കുരുക്കുമുറുകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റെയ്ഡ് പുരോഗമിക്കുകയാണ്. ഇഡി എത്തുമ്പോൾ പിണറായിയുടെ വീട്ടിൽ വീണ വിജയനും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലാണ് ഇപ്പോൾ റെയ്ഡ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. CMRL എക്സാലോജിക് കേസിൽ ആരോപണ വിധേയായ അദ്ദേഹത്തിന്റെ മകൾ വീണയും കുടുംബവും വീട്ടിലുണ്ട്. കനത്ത സുരക്ഷയിലാണ് ഇഡി ഉദ്യോഗസ്ഥർ വീട്ടിനുള്ളിൽ കയറിയിരിക്കുന്നത്. പുലർച്ചെയോടെയാണ് ഇഡി ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയത് എന്നാണ് വിവരം. എക്സാലോജിക് CMRL ഇടപാടുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള കേസിൽ ഇഡിയുടെ അന്വേഷണവും സമൻസുമെല്ലാം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു. ഇതിന് പിന്നാലെയാണ് റെയ്ഡ്. CMRL മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റിന് അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇന്നലെ ഉത്തരവിടുകയായിരുന്നു. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് കരിമണൽ കമ്പനി MD ശശിധരൻ കർത്ത, കമ്പനിയുടെ ചീഫ് ഫിനാൻസ് ഓഫീസർ KS സുരേഷ് കുമാർ, ജീവനക്കാരായ അഞ്ജു റേച്ചൽ, ചന്ദ്രശേഖരൻ അടക്കമുള്ളവർ നൽകിയ ഹർജികൾ ഹൈക്കോടതി തള്ളുകയായിരുന്നു. മേൽക്കോടതിയെ സമീപിക്കാൻ ഒരാഴ്ച സാവകാശം വേണമെന്ന കമ്പനിയുടെ ആവശ്യവും കോടതി അംഗീകരിച്ചില്ല. പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനിക്ക് ചെയ്യാത്ത സേവനത്തിന് ലക്ഷങ്ങൾ നൽകിയെന്ന SFIO കണ്ടെത്തലിന്റെ പശ്ചാത്തലത്തിലാണ് ഇഡിയും അന്വേഷണം തുടങ്ങിയത്. അന്വേഷണം തങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന ഘട്ടത്തിലാണ് CMRL കമ്പനിയും അതിന്റെ 4 മുൻനിര ഉദ്യോഗസ്ഥരും ഇഡി നടപടികൾ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഇഡി സമൻസുകൾ അയക്കുന്നത് തടയാനും കേസ് നടപടികൾ മരവിപ്പിക്കാനുമായിരുന്നു കമ്പനിയുടെ നീക്കം. എന്നാൽ പ്രഥമദൃഷ്ട്യാ കേസിൽ കള്ളപ്പണ ഇടപാടുകളുടെ ലക്ഷണങ്ങളുണ്ടെന്നും അന്വേഷണ ഏജൻസിയുടെ സ്വാഭാവികമായ നടപടികളിൽ ഇടപെടാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് കോടതി ഹർജികൾ തള്ളിയത്. ഈ കോടതി ഉത്തരവോടെ അന്വേഷണം തടസ്സപ്പെടുത്താൻ കമ്പനി ഉയർത്തിയ നിയമപരമായ പ്രതിരോധങ്ങളെല്ലാം തകർന്നടിഞ്ഞു. മുൻപ് രാഷ്ട്രീയ വേട്ടയാടൽ എന്ന് പറഞ്ഞ് പ്രതിരോധിച്ചിരുന്ന കേസാണ്. പിന്നീട് കൃത്യമായ അന്വേഷണം വേണമെന്ന നിലപാട് സ്വീകരിച്ചിരുന്നു ഇടതുപക്ഷം. എന്തായാലും ഭരണമാറ്റത്തിന് ശേഷമുള്ള പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിന്റെ മകൾക്കെതിരെയുള്ള ഇഡി നീക്കങ്ങൾക്ക് നിയമപരമായ സാധുത ലഭിക്കുന്നത് ഇടത് സൈബർ കേന്ദ്രങ്ങളുടെ മുൻവാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ്. CMRL ഉദ്യോഗസ്ഥരിൽ നിന്ന് വീണ്ടും മൊഴിയെടുക്കുന്നതോടെ കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക്കിലേക്ക് പണം പോയതിന്റെ ഡിജിറ്റൽ തെളിവുകളും കരാറുകളുടെ വ്യാജ സ്വഭാവവും ഇഡിക്ക് കോടതിയിൽ സമർപ്പിക്കാൻ സാധിക്കും.